ഹലോ, ഇന്ന് ഞാൻ പറയുന്നത് ബേക്കിങ്ങും പാക്കിങ്ങും ഒന്നുമല്ല കേട്ടോ. പക്ഷേ സ്കൂളൊക്കെ തുറക്കാനായില്ല, അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പിക്സാർട്ട് എന്ന് പറയുന്ന ഈ ആപ്പില്ലേ, ഇതിൽ നിന്നാണ് നമ്മൾ നെയിം സ്ലിപ്പിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് അതിലെ സെർച്ച് ബാറിൽ കാർട്ടൂൺ നെയിം സ്ലിപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതാവുമ്പോൾ നമുക്ക് ഒരുപാട് കാർട്ടൂൺ സ്ലിപ്പിൻ്റെ ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ ഇതേ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഒരുപാട് ഫോട്ടോസും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സും മോഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു ഫോട്ടോ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ഈ ക്യാറ്റിൻ്റെ ആ ഒരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്ക് ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ താഴേക്ക് നോക്കിയാൽ അതിൻ്റെ റിലേറ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നെയാണ് എടുക്കുന്നത്. അതിൽ ഡൗൺലോഡ് ഇമേജ് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഇമേജ് ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് വരും. അപ്പോൾ നമ്മളിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്തപാട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇതിലൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഏറ്റവും ടോപ്പിൽ കസ്റ്റം സൈസ് കാണാം. അതിൽ ഈ PX മാറ്റിയിട്ട് നമുക്ക് ഫസ്റ്റ് സെൻറ്റിമീറ്റർ കൊടുക്കാം. എന്നിട്ട് വിഡ്ത്തിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത് 9 സെൻറ്റിമീറ്ററും ഹൈറ്റിൻ്റെ അവിടെ 6 സെൻറ്റിമീറ്ററാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുത്താൽ നമുക്ക് നമ്മുടെ ക്യാൻവാസ് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ക്യാൻവാസ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും താഴെയായിട്ട് ക്യാമറ റോൾ എന്നുള്ള ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലെ ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിക്സാർട്ടിൽ നിന്ന് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ക്യാൻവാസിലേക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് അത് ക്യാൻവാസിലേക്ക് സെറ്റായി എന്ന് കണ്ടാൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ ഇതുപോലെ ഒരു ടാബ് വരും. ഇതിലിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി എന്ന് കാണാം. ഇതിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഇമേജിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിതൊരു 50 കൊടുക്കുന്നത്. കാരണം നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയാൽ അത്ര ഇതാവില്ല. അപ്പം കുറച്ച് ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതാണ് നല്ലത്. അതിനുശേഷം വീണ്ടും നമ്മൾ ക്യാമറ റോളിൽ തന്നെ പോയിട്ട് നമുക്ക് കുട്ടിയുടെ ഫോട്ടോ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അധികം വീതിയുള്ള ഫോട്ടോ ആയാലും നമുക്ക് ആ നെയിമും കാര്യങ്ങളൊന്നും അവിടെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്കുള്ള ബാക്കി റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റിൽ ആഡ് എ സബ് ഹെഡിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ നെയിം സ്ലിപ്പിൽ ഉണ്ടാകുന്ന പോലെ നെയിം, ക്ലാസ്, ഡിവിഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നെയിം ഇട്ടിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഫോണ്ട്, കളറ്, ബാക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കളർ മാറ്റുന്നില്ല, ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. സൈസ് നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതേ ഫോണ്ട് സൈസിൽ പോയാൽ നമുക്കിതുപോലെ ഫോണ്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഫോണ്ടിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റി കൊടുക്കാം, വേറെ ഫോണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതായി ഫോണ്ട് സ്റ്റൈൽ എടുത്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നെയിമിൽ നിന്നുള്ളത് കോപ്പി ചെയ്തിട്ട് അവിടെ ക്ലാസ്, ഡിവിഷന് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി നെയിം സ്ലിപ്പ് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ നെയിം സ്ലിപ്പിലുള്ള പോലെ തന്നെ ക്ലാസ്, ഡിവിഷന്, പിന്നെ സബ്ജക്റ്റ്, സ്കൂള്, ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ ടൈപ്പ് ചെയ്തിട്ട് ഒക്കെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നെയിം എന്നുള്ളിടത്ത് കുട്ടിയുടെ നെയിം വെച്ചിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നെയിമെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കുട്ടിയുടെ നെയിം ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ സാധാരണ എല്ലാ നെയിം സ്ലിപ്പും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നെയിം വെച്ചിട്ട് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ നമ്മുടെ മക്കളുടെ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ഫോട്ടോ നമുക്ക് ലാസ്റ്റ് സേവ് ചെയ്ത് ഗാലറിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ സ്റ്റുഡിയോയിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.